ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പുതുവർഷത്തിൽ ആലപ്പുഴ പത്തനംതിട്ടയുടെ ശാബ സ്കൂൾ പ്രോഗ്രാമിലൂടെ എല്ലാവരെയും ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ കൂട്ടി വരുത്തി ദൈവവചനം പഠിക്കുവാൻ കർത്താവ് അവസരം ഒരുക്കിയത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 2025 നമ്മളെ വിട്ട് കടന്നുപോയി. പുതിയ വർഷത്തിൽ നമുക്ക് ജീവിക്കുവാൻ ആവശ്യമായ ആരോഗ്യവും പ്രാപ്തിയും ദൈവകൃപകളും നൽകി തരാമെന്ന വാഗ്ദത്തമുള്ളവനിൽ പൂർണ്ണ ആശ്രയം വയ്ക്കുവാൻ, വീണ്ടും ദൈവവചനം പഠിക്കുവാനും ഒക്കെ നമുക്ക് ദേശത്ത് അവസരമൊരുക്കിയ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. ഈ പ്രഭാതം നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഒന്നാമത്തെ ക്വാർട്ടർ, പുതിയ വർഷത്തിൻ്റെ ഒന്നാമത്തെ ക്വാർട്ടറാണ്. ഈ പുതിയ ക്വാർട്ടറിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്ന ആദ്യത്തെ പുസ്തകങ്ങളെന്ന് പറയുന്നത് ഫിലിപ്പിയ ലേഖനവും അതേപോലെ കൊലോസ്യ ലേഖനത്തെ ആധാരമാക്കി സ്വർഗത്തെയും ഭൂമിയെയും ഒന്നിപ്പിക്കുന്ന കർത്താവിനെ നമ്മൾ ഈ രണ്ട് പുസ്തകങ്ങളിലൂടെ അപ്പോസ്തലനായ പൗലോസിന് പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പെടുത്തലിൽ നാം മനസ്സിലാക്കി പഠിക്കുവാൻ തന്നിരിക്കുന്നതായ പാഠ്യ പദ്ധതിയാണ്. ഫിലിപ്പിയ ലേഖനം 4 അധ്യായം, കൊലോസ്യ ലേഖനം 4 അധ്യായം, 8 അധ്യായങ്ങൾ മാത്രമാണ് 13 ആഴ്ച കൊണ്ട് നാം പഠിക്കുവാൻ തക്കവണ്ണം ഈ പാഠ്യപദ്ധതിയിലൂടെ തയ്യാറാകുന്നത്. അപ്പോൾ എത്ര ശ്രദ്ധയോടെ പഠിക്കുവാനും എത്രമാത്രം ആഴത്തിൽ പഠിക്കുവാനും ധാരാളം സമയമുണ്ട്. ഫിലിപ്പിയ ലേഖനവും കൊലോസ്യ ലേഖനവും അപ്പോസ്തലനായ പൗലോസ് ജയിലിൽ വെച്ച് എഴുതിയ ലേഖനങ്ങളാണ്. ജയിലിൽ കിടക്കുമ്പോൾ, റോമയിലെ ജയിലിൽ കിടക്കുമ്പോൾ അദ്ദേഹം എഴുതിയതായ പുസ്തകങ്ങളാണ് ഈ 2 പുസ്തകങ്ങളും എന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ പഠിക്കുവാൻ തക്കവണ്ണം കഴിയും. ഇവിടെ വളരെ വ്യക്തമായ ചില ഈ 2 പുസ്തകങ്ങളുടെ വ്യക്തമായ ചില സാദൃശ്യങ്ങളിലേക്ക് നമ്മൾ ഒന്ന് കണ്ണോടിക്കുമ്പോൾ ഒരു നിമിഷം നമുക്ക് ഈ വ്യക്തമായ ചില സാദൃശ്യങ്ങളുണ്ട്, അതുപോലെ വ്യക്തമായ ചില വ്യത്യാസങ്ങളുമുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് ആരംഭത്തിൽ തന്നെ ഒന്ന് നോക്കി കാണുവാൻ തക്കവണ്ണം ഒരു 2 മിനിറ്റ് ഞാൻ അത് ചിന്തിക്കുകയാണ്. ഒന്നാമതായിട്ടുള്ള അതിൻ്റെ സാദൃശ്യങ്ങളെന്ന് പറഞ്ഞാൽ സമമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ രണ്ടും എഴുതിയത് ഒരാളാണ്. ഇതിൻ്റെ അപ്പോസ്തലനായ പൗലോസാണ്. അതിൻ്റെ കോണ്ടെക്സ്റ്റുകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരേപോലെയാണ്. കാരണം ഫിലിപ്പിയ ലേഖനം തുടങ്ങുന്നതും കൊലോസ്യ ലേഖനം തുടങ്ങുമ്പോഴും ആദ്യത്തെ ആ പശ്ചാത്തലമായിട്ട് നമുക്ക് ആരംഭത്തിൽ തരുന്ന വാക്യങ്ങൾ പ്രത്യേകിച്ച് വിശുദ്ധന്മാരെ സംബോധന ചെയ്തുകൊണ്ട് ഫിലിപ്പിയ ലേഖനം വിശുദ്ധന്മാർക്കും അതുപോലെ അവിടുത്തെ ഡീക്കന്മാർക്കും അവിടുത്തെ ബിഷപ്പുമാർക്കും ഒക്കെ ആയിട്ട് എഴുതുമ്പോൾ സ്നേഹത്തിൻ്റെ ഭാഷയിൽ വ്യക്തിപരമായി അവരെ വളരെ ആഴത്തിലേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം, കഷ്ടപ്പെടുന്നവനാണെങ്കിൽ പോലും, ജയിലിലിരിക്കുകയാണെങ്കിൽ പോലും, ബന്ധനത്തിലിരിക്കുകയാണെങ്കിൽ പോലും സന്തോഷമുള്ളവനായി കാണപ്പെടുന്ന ഒരു കാര്യമാണ് ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്. രണ്ടിൻ്റെയും ഉള്ളടക്കം നമ്മൾ പഠിക്കുമ്പോൾ ക്രിസ്തുവാണ് അവിടെ ഏറ്റവും മഹിമപ്പെടുന്നത്. അവിടുത്തെ മഹത്വത്തിനായിട്ട് നമുക്ക് വേണ്ടി ചെയ്തത് അവിടെ എടുത്തു കാണിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് നമുക്ക് സന്തോഷത്തിൽ ഏതവസ്ഥയിലും സന്തോഷിക്കുവാൻ തക്കവണ്ണം തരുന്ന ഉത്സാഹത്തെ നമുക്ക് ഈ 2 പുസ്തകങ്ങളിലും കാണുവാൻ കഴിയും. മൂന്നാമത് അതിൻ്റെ സിമിലാരിറ്റി നമ്മൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ സാദൃശ്യം അതിൻ്റെ ഒരേ സ്വഭാവം നോക്കുമ്പോൾ അതിനകത്തടങ്ങിയിരിക്കുന്നത് അന്തസത്ത എന്ന് പറയുമ്പോഴത്തേന് ദൈവത്തിൻ്റെ പരിജ്ഞാനം പ്രാപിക്കുക, സത്യത്തിൽ നടക്കുക, ഏതവസ്ഥയിലും സന്തോഷിക്കുക എന്നുള്ളതായ ഒരു അനുഭവമാണ്. അതുപോലെ ഇത് കൊടുക്കുന്ന ചില വ്യക്തികളുടെ പേര് 2ലും നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ചില വ്യത്യാസങ്ങൾ ഈ 2 പുസ്തകങ്ങളിലും ഉണ്ട്. ഫിലിപ്പിയ ലേഖനം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് അത് ക്രിസ്തുവിനെ ഫോക്കസ് ചെയ്ത് നമുക്ക് തരുമ്പോൾ അവിടെ കർത്താവ് നമുക്ക് തരുന്ന സന്തോഷം, ഏതവസ്ഥയിലും നമ്മൾ സന്തോഷിക്കുവാൻ തക്കവണ്ണം നമുക്ക് തരുന്ന വചനമാണ്. മാത്രമല്ല കർത്താവ് ദൈവമായിരുന്നവൻ
മനുഷ്യനായി ഏറ്റവും താണ അവസ്ഥയിൽ വരുന്നതും ആ താഴ്ന്ന അവസ്ഥയിലുള്ളവരെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം സഹിച്ച കഷ്ടപ്പാടുകളെ കുറിച്ച് പറയുമ്പോൾ തന്നെ അവിടുന്ന് ഏറ്റവും ഉയർത്തപ്പെട്ടവനായി തീരുന്നതായ കാര്യവും ഈ ഫിലിപ്പിയ ലേഖനത്തിൽ പറയുമ്പോൾ കർത്താവിൻ്റെ പരമാധികാരം ഏറ്റവും ഉയർത്തപ്പെടുന്നത് നമുക്ക് ഫിലിപ്പിയ ലേഖനത്തിൽ കാണാം. എന്നാൽ അത് ഒരു വ്യക്തിപരമായിട്ട് നമുക്ക് കർത്താവിനെ ഒന്ന് രുചിച്ചറിയുവാനുള്ള ഒരു കൊലോസ്യ ലേഖനം അങ്ങനെയല്ല. അത് വിപരീത ഉപദേശക്കാർക്ക് കൊടുക്കുന്നതായ ദൈവശാസ്ത്രമായിട്ട് നമുക്കതിനെ പഠിക്കുവാൻ തക്കവണ്ണം കഴിയും. അത് കർത്താവ് ആരാണെന്ന് അവിടെ വ്യക്തമായിട്ട് പറയുമ്പോൾ അവിടെ വളരെ തത്വശാസ്ത്രപരമായിട്ടാണ്, തത്വജ്ഞാനികൾക്ക് കൊടുക്കുന്ന മറുപടിയായിട്ടുമാണ് നമുക്ക് കർത്താവിനെ അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. കർത്താവ് ആരാണ് എന്ന് കൊലോസ്യ ലേഖനത്തിൽ പറയുമ്പോൾ തത്വത്തിൻ്റെ മുദ്രയാണ്, അല്ലെങ്കിൽ പിതാവിൻ്റെ പ്രതിരൂപമാണ്, സകലത്തിൻ്റെയും സൃഷ്ടിതാവാണ്, സകലത്തെയും പിതാവിൽ ഒന്നാക്കി ചേർക്കുന്നവനാണ്. ഇതെല്ലാം കൊലോസ്യ ലേഖനത്തിൽ നമുക്ക് ആ യൂണിവേഴ്സ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ക്രിസ്തുവിനെയാണ് നമ്മൾ കൊലോസ്യ ലേഖനത്തിൽ കാണുന്നത്. അതിൻ്റെ സ്റ്റൈലും വ്യത്യസ്തമാണ്. അപ്പം കൂടുതൽ പഠിക്കുമ്പോൾ നമ്മൾ ഈ ലേഖനങ്ങൾ കൂടുതൽ പഠിക്കുമ്പം നമ്മൾ കൂടുതലായിട്ട് കർത്താവിനോട് അടുക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകും. കൊലോസ്യ ലേഖനം കൂടുതലും തത്വജ്ഞാനപരമായിട്ടും ദൈവിക ശാസ്ത്രപരമായിട്ടും ഒക്കെയാണ് അഡ്രസ്സ് ചെയ്യുന്നതെങ്കിലും അതിനകത്ത് ഒരു കാര്യമെന്ന് പറയുന്നത് തത്വജ്ഞാനികൾക്ക് കൊടുക്കുന്നതായ ഹെറസീസിനെതിരായിട്ടുള്ള, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായി പഠിപ്പിക്കുന്ന വിപരീത ഉപദേശക്കാർക്ക് കൊടുക്കുന്നതായ ഉപദേശം കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഫിലിപ്പിയ ലേഖനത്തെക്കുറിച്ച് വീണ്ടും പഠിക്കുമ്പോഴത്തേന് ദൈവത്തിൻ്റെ ആഴമായ സത്യം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് സന്തോഷത്തോടെ കൈക്കൊള്ളാൻ പൗലോസ് നമ്മളെ ആഹ്വാനം ചെയ്യുമ്പം കർത്താവിനെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് രുചിച്ചറിയുവാൻ, കർത്താവിൻ്റെ താഴ്മ, കർത്താവിൻ്റെ അനുസരണം, അതെല്ലാം നമ്മൾ കുറേയും കൂടെ പഠിക്കുമ്പോഴത്തേന് അപ്പോസ്തലനായ പൗലോസ് സന്തോഷിക്കുവാനുണ്ടായ കാരണം എല്ലാം വളരെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. കൊലോസ്യ ലേഖനത്തിൽ നോക്കുമ്പോഴത്തേന് വിപരീത ഉപദേശങ്ങളായിട്ട് ആ കാലത്ത് നിലനിന്നതായ കാര്യമൊന്ന് സ്റ്റോയിക്കുകാരുടെ പഠിപ്പീരാണ്. സ്റ്റോയിക്ക് പണ്ഡിതന്മാരുടെ പഠിപ്പീര്, ഫിലോസഫ് തത്വജ്ഞാനികളുടെ പഠിപ്പീര്. അവർ എല്ലാ റീസണിൽ കൂടെ മനസ്സിലാക്കുന്നതായ ഒരു കാര്യമാണ് അവർ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ദൂതന്മാരെ ആരാധിക്കുന്നത്, അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ആ കാലത്ത് നിലനിന്നിരുന്നതും ദൈവത്തിന് ഇതൊന്നും മാറ്റാൻ കഴിയത്തില്ല എന്ന് പഠിപ്പിക്കുന്നതായ പഠിപ്പീരുകൾക്കെതിരായിരുന്നു ഈ കാര്യങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ രണ്ട് പുസ്തകങ്ങൾ അതിൻ്റെ ഒരിടത്തിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ ജനത്തിന് കൊടുത്തതായ ഒരു കാര്യം ഇവിടെ വളരെ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം അദ്ദേഹം എന്തുകൊണ്ടാണ്, അപ്പോസ്തലനായ പൗലോസ് എന്തുകൊണ്ടാണ് ബദ്ധനായിരിക്കുന്നത്, അദ്ദേഹം ആ ബദ്ധനായിരിക്കുമ്പോഴോ അദ്ദേഹത്തിൻ്റെ ഉയർന്ന ചിന്താഗതി എന്തിനെക്കുറിച്ചായിരുന്നു എന്നെല്ലാം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നതായ ഈ പുസ്തകങ്ങളുടെ പഠനം വാസ്തവത്തിൽ ഈ കാലഘട്ടത്തിലായിരിക്കുന്ന ഈ വളരെ വളരെ പീഡന കാലഘട്ടത്തിലേക്ക് വഴിമാറിപ്പോകുന്നതായ സാഹചര്യത്തിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഈ പാഠഭാഗങ്ങളുടെ പഠനം വളരെയേറെ തീക്ഷ്ണമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ സന്തോഷമുള്ളവരായി കർത്താവിൻ്റെ വേലയിലൂറ്റിരിക്കുവാൻ നമ്മളെ സഹായിക്കുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഇതിൻ്റെ പശ്ചാത്തലങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ബന്ധനത്തിലായത് കൈസരിയ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് യഥാർത്ഥമായിട്ട് പറയുന്നില്ല, എങ്കിലും കൈസരിയയിലേക്ക് പോകും, അവിടെ വെച്ചാണ് അദ്ദേഹം ബദ്ധനാവുന്നത്. അദ്ദേഹം കൊലോസ്യ സഭ അദ്ദേഹമല്ല സ്ഥാപിച്ചത്, അദ്ദേഹം കാണാൻ ആഗ്രഹിച്ച ഒരു സഭയാണ്. അദ്ദേഹം കൊണ്ടുവന്ന വ്യക്തി പോയി, വിബ്രാത്തോസ് എന്ന് പറയുന്ന അദ്ദേഹം കൊണ്ടുവന്ന വ്യക്തി പോയി സ്ഥാപിച്ച സഭയാണ് ആ കൊലോസ്യ. അദ്ദേഹത്തിന് വളരെ ആഗ്രഹമായിരുന്നു അവിടെ പോകുവാൻ തക്കവണ്ണം, പക്ഷെ കഴിയുന്നില്ല. ഫിലിപ്പിയ സഭ അദ്ദേഹം സ്ഥാപിച്ചതാണ്. യൂറോപ്പിലെ ആദ്യത്തെ സഭ എന്ന് പറയുന്നത് ഈ ഫിലിപ്പിയ സഭയാണ്. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം അപ്പോസ്തല പ്രവർത്തികളിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പുസ്തകം പഠിക്കുമ്പോൾ നമ്മൾ അപ്പോസ്തല പ്രവർത്തികളും കൂടെ ചേർത്ത് പഠിക്കുമ്പോഴാണ് ഇതിൻ്റെ കൂടുതൽ ആഴങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. ഇന്നത്തെ പാഠത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അദ്ദേഹം വളരെ പീഡിതനായി എങ്കിലും ഒരിക്കലും അദ്ദേഹത്തെ മറന്നു കളഞ്ഞില്ല, മറക്കാത്തവനായി തീർന്നു. മറക്കുവാൻ കഴിയാത്ത ദൈവത്തിൻ്റെ സ്നേഹം അദ്ദേഹത്തിന്
ലഭിക്കുകയുണ്ടായി എന്ന് പറയുന്നതായി. അദ്ദേഹം പീഡനത്തിലാണ്, പീഡിതനെ വളരെയേറെ പീഡനം അനുഭവിച്ച ഒരു അപ്പോസ്തലനായ പൗലോസ്. അതുകൊണ്ട് അദ്ദേഹം പീഡിതനാണെങ്കിലും അദ്ദേഹം ദൈവത്തിന് മറക്കുവാൻ കഴിയും, അല്ലെങ്കിൽ കളയാത്ത ഒരു വ്യക്തി. അതിനെക്കുറിച്ച് മലയാളം പരിഭാഷയിൽ കിടക്കുന്ന ഇങ്ങനെയാണ്: പീഡിപ്പിക്കപ്പെട്ടുവെങ്കിലും ഉപേക്ഷിക്കപ്പെടാത്തതായ ഒരനുഭവമാണ് അപ്പോസ്തലനായ പൗലോസ് 1-ാം പാഠത്തിലൂടെ നമുക്ക് രേഖപ്പെടുത്തി തരുന്നത്. എൻ്റെ മെമ്മറി വേഴ്സ് എന്ന് പറയുന്നത്, മനപ്പാഠവാക്യം എന്ന് പറയുന്നത് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യമാണ്. അവിടെ പറയുന്നത്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. ഫിലിപ്പിയ ലേഖനം ഇപ്പോഴും സന്തോഷിക്കാൻ തരുന്ന ഒരു ആഹ്വാനമാണ്. ജയിലിലാണെങ്കിലും അതുപോലെ പീഡനത്തിൻ്റെ അനുഭവത്തിലാണേലും ഏത് സാഹചര്യത്തിലാണേലും ഒരു ദൈവ പൈതല് നമ്മൾ സന്തോഷമുള്ളവരായിരിക്കണം എന്ന് ആഹ്വാനം ചെയ്യുകയാണ് ഈ അധ്യായങ്ങളിൽ, ഈ പാഠത്തിലൂടെ നമുക്ക് തരുന്നത്. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. ഫിലിപ്പിയർ 4:4. നമുക്ക് ഈ പാഠം പഠിക്കുമ്പോൾ ആ സന്തോഷത്തിൻ്റെ അനുഭവം പങ്കിടുവാൻ തക്കവണ്ണം ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗപിതാവേ, അടിയങ്ങൾ ഈ പാഠം പഠിക്കുമ്പോൾ ഇതിനകത്ത് കർത്താവ് ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടം ഞങ്ങൾക്ക് ദുസ്സഹമായ കാലഘട്ടമായി, ചുറ്റുപാടുകളിൽ വളരെയേറെ ക്രൈസ്തവ പീഡനം നടന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ രാജ്യത്ത്, ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ അടിയങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ശോധനയിൽ സന്തോഷത്തോടെ അതിനെ അഭിമുഖീകരിക്കുവാൻ, ക്രിസ്തുവിൽ ധൈര്യപ്പെട്ടിരിപ്പാൻ, ഉറപ്പും പ്രത്യാശയുമുള്ളവരായിരിക്കാൻ കർത്താവിൻ്റെ സ്നേഹം അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പാഠം പഠിക്കുവാൻ തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ബുദ്ധിമണ്ഡലങ്ങളെ പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിക്കണമെന്ന് യേശു മൂലം ചോദിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഇവിടെ നാം പഠിക്കുവാൻ പോകുന്ന ഈ പാഠത്തിൽ പലതരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ഈ കാലങ്ങളിൽ നമുക്ക് കാണാം. ഈ അടുത്ത കാലത്ത് 2 വർഷത്തിന് മുമ്പ് ഒരു അഡ്വന്റിസ്റ്റ് പാസ്റ്റർ എന്ത് ചെയ്തെന്നറിയാമോ? അദ്ദേഹം വ്യാജ ആരോപണങ്ങളാൽ കുറ്റം ഏറ്റുകൊണ്ട് അദ്ദേഹം ജയിലിലായി. തടവിലാകുമ്പോൾ നമുക്കറിയാം എന്തെല്ലാം ആരോപണങ്ങളാണ് പുറത്തുള്ളവർ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നതെന്ന് നമുക്ക് വളരെ വ്യക്തമായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു അഡ്വന്റിസ്റ്റ് പാസ്റ്റർ ജയിലിലായി കുറ്റാരോപിതനായി കഴിയുമ്പം ആ പുറത്തെ ലോകം അദ്ദേഹത്തിലേക്ക് ഉറ്റുനോക്കി എന്തെല്ലാം കഥകളായിരിക്കും മെനയുന്നതെന്ന് നമുക്കൊന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ 2 വർഷം അദ്ദേഹം ആ തടവിൽ കഴിയേണ്ടതായിട്ട് വന്നു. ഈ വളരെ ആശയക്കുഴപ്പങ്ങളും വളരെയേറെ പ്രയാസങ്ങളും അദ്ദേഹത്തിന് അനുഭവപ്പെട്ടെങ്കിലും അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ദിനചര്യകളും പ്രാർത്ഥനകളും അദ്ദേഹത്തിൻ്റെ ഓരോ സംസാരങ്ങളും ഒക്കെ മറ്റുള്ളവർ ശ്രദ്ധിക്കാൻ തുടങ്ങി. അദ്ദേഹം ഒരു പാസ്റ്ററാണെന്ന് മറ്റുള്ളവർക്ക് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലൂടെ മനസ്സിലായി. അപ്പോൾ ആ മറ്റുള്ള തടവുകാർ അദ്ദേഹത്തെ ശ്രദ്ധിക്കുകയും അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട ഉപദേശങ്ങൾക്കായിട്ട് കടന്നു വരികയും അദ്ദേഹം അവരെ കൂട്ടിയിരുത്തി പഠിപ്പിക്കുകയും പ്രാർത്ഥനകൾ അവർക്ക് വേണ്ടി കഴിക്കുകയും ചെയ്ത് അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന അനുഭവങ്ങൾ കാണുവാൻ കഴിഞ്ഞു. ഈ ഒരു അനുഭവമാണ് അപ്പോസ്തലനായ പൗലോസ് ഇന്ന് നമ്മളോടും പറയുന്നത്. കൊലോസ്യ ലേഖനത്തിലും ഫിലിപ്പിയ ലേഖനത്തിൻ്റെ 1:7 ഒക്കെ അദ്ദേഹം ജയിലിൽ നിന്ന് ഇത് എഴുതുമ്പോൾ അന്യായമായിട്ട് അദ്ദേഹം ബന്ധനത്തിലായിരിക്കുന്നതിൻ്റെ കാരണം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. അദ്ദേഹം 1:7 ഫിലിപ്പിയ ലേഖനം 1:7 പറയുന്നത്, എനിക്ക് കൂട്ടാളികളായ നിങ്ങളെയൊക്കെയും, കൃപയിൽ എനിക്ക് കൂട്ടാളികളായ നിങ്ങളെയൊക്കെയും എൻ്റെ ബന്ധനങ്ങളിലും സുവിശേഷത്തിൻ്റെ പ്രതിവാദത്തിലും സ്ഥിരീകരണത്തിലും ഞാൻ എൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കൊണ്ട് അങ്ങനെ നിങ്ങളെല്ലാവരെയും കുറിച്ച് വിചാരിക്കുന്നത് എനിക്ക് ന്യായമല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധന കാരണം സുവിശേഷ നിമിത്തമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നുണ്ട്. വ്യാജ ആരോപണമല്ല, അദ്ദേഹം സുവിശേഷം പ്രചരിപ്പിച്ചു എന്നുള്ളതായ ആ കാരണത്താലാണ് അദ്ദേഹത്തെ തടവിലാക്കിയിരിക്കുന്നത്. പക്ഷേ അവിടെ നമ്മൾ നോക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 16:24 പറയുന്നത്, അദ്ദേഹത്തെ അന്യായമായിട്ട് പൗലോസിനെ ശീലാസിനെ പിടിച്ച് ജയിലധികാരികൾ കാലാമത്തിലിട്ട് രാത്രിയിൽ എന്ത് ചെയ്തു? അവരെഴുന്നേറ്റ്
പ്രാർത്ഥിക്കുകയുണ്ടായി, സ്തുതിഗീതങ്ങൾ ആലപിക്കുകയുണ്ടായി. ജയിലിൻ്റെ അകത്ത് വെട്ടം ദൈവം എന്ത് ചെയ്തു? അവിടെ മറ്റുള്ളവർക്ക് കാണത്തക്കതുപോലെ ജയിലിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്നു. അവരെ എല്ലാവരും ജയിൽ മോചിതരാവുന്ന ഒരു അനുഭവം വന്നപ്പോൾ, ജയിലർ തന്നെത്താൻ മരിക്കാൻ തുടങ്ങുമ്പോൾ പൗലോസും ശീലാസും അത് വിലക്കുകയും ഈ ജയിലർ പിന്നെ വെളിച്ചം ചോദിച്ചുകൊണ്ട് അവരുടെ അടുക്കലേക്ക് വരുന്ന കാഴ്ചയെല്ലാം നമുക്ക് 16-ാം അധ്യായ അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുവാൻ തക്കവണ്ണം കഴിയും. അങ്ങനെയുള്ള അവസരങ്ങളെ ജയിലിൽ തരുന്ന ഒരു ദൈവത്തെയാണ് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിലൂടെ, കൊലോസ്യ ലേഖനത്തിലൂടെ നമുക്ക് പരിചയപ്പെടുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് നേരിട്ട സാഹചര്യങ്ങൾ നമ്മളെ ഒന്ന് പരിശോധിക്കുവാൻ, നമ്മളിങ്ങനെ സുവിശേഷത്തിനായിട്ട് നമുക്ക് ഇപ്രകാരം വല്ല ആരോപണങ്ങളോ വല്ല തരത്തിലുള്ളതായ പീഡനങ്ങളോ വല്ലതും നേരിട്ടിട്ടുണ്ടോ? നമ്മൊന്ന് ശക്തമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ക്രിസ്തുവിന് വേണ്ടിയുള്ള സുവിശേഷത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പീഡനങ്ങൾ നേരിട്ടിട്ടുണ്ടോ? എന്നാൽ ഈ സഭയുടെ ആരംഭഘട്ടത്തിൽ കേരളക്കരയിൽ വേല ചെയ്തിരുന്ന അനേകം പേർക്ക് വളരെ അടികൊണ്ടതായ പാസ്റ്റർമാർ വരെ ഉണ്ട്. എന്നാൽ ആ സമയത്ത് സഭ വളരുവാനിടയായി തീർന്നു, കൂടുതലായിട്ട് വളരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇവിടെ ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നത്, സഹോദരന്മാരെ, എനിക്ക് ഭവിച്ച സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾക്ക് അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അപ്പോൾ സുവിശേഷം മുഖാന്തരം ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ പീഡനത്തിൻ്റെ അനുഭവത്തിലായിരിക്കുമ്പോൾ ആ പീഡനത്തിൻ്റെ അനുഭവത്തിൽ ദൈവത്തോട് നിലവിളിക്കുന്ന മറ്റു വിശ്വാസികൾക്ക് അത് വലിയ ഒരു അനുഗ്രഹമായിട്ട് ഭവിക്കും എന്ന്, അഭിവൃദ്ധി ഭവിക്കും എന്ന് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുകയാണ്. ഒന്നാമതായിട്ട് ഞായറാഴ്ചത്തെ പാഠത്തിലേക്ക് പോകുമ്പം യേശുക്രിസ്തുവിൻ്റെ തടവുകാരനായ അല്ലെങ്കിൽ ക്രിസ്തുവിൽ ബദ്ധനായ പൗലോസ് അപ്പോസ്തലനെ നമുക്ക് കാണുവാൻ കഴിയും. യേശുക്രിസ്തു നിമിത്തം ബദ്ധനായിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസിനെ നമ്മൾ കാണുകയാണ്. ഞാൻ ആരംഭത്തിലേ പറഞ്ഞു, അപ്പോസ്തലനായ പൗലോസ് റോമയുടെ ജയിലിൽ വെച്ച് എഴുതിയതായ 4 പുസ്തകങ്ങൾ എഴുതി. അതിൽ 2 പുസ്തകങ്ങളാണ് ഫിലിപ്പിയ ലേഖനവും കൊലോസ്യ ലേഖനവും. ഈ 2 ലേഖനങ്ങൾ, ഇത് കൂടാതെ എഫേസ്യ ലേഖനവും ഫിലോമോൻ്റെ ലേഖനങ്ങളുമാണ് ജയിലിലിരുന്ന് അദ്ദേഹം എഴുതുന്നത്. കമൻറ്റേറ്റേഴ്സ് പലപ്പോഴും ഇതിനെക്കുറിച്ച്, അതായത് എഫേസ്യ ലേഖനവും ഫിലോമോൻ്റെ ലേഖനവും AD 60 62 എഴുതിയതാണെന്ന് വാദിക്കുന്നുണ്ട്. എന്നാൽ എഫേസ്യർ 3:1 ഫിലോമോൻ്റെ ഒരു അധ്യായം മാത്രമുള്ള ഫിലോമോൻ്റെ ലേഖനത്തിലും നമുക്ക് കാണുവാൻ കഴിയും അദ്ദേഹത്തിൻ്റെ ജയിൽ വാസത്തെക്കുറിച്ചുള്ളതായ കാര്യങ്ങൾ, ജയിലിൽ കിടന്ന് എഴുതിയെന്നുള്ളതിൻ്റെ തെളിവുകൾ അദ്ദേഹം അപ്പോസ്തലനായ പൗലോസ് നമുക്ക് വിവരിച്ചു തരുന്നതായ ഒരു കാര്യം, ഞാൻ ക്രിസ്തുവിൻ്റെ അംബാസിഡറായിട്ട് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായിട്ട് അല്ലെങ്കിൽ ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് അദ്ദേഹം ഇവിടെ ചങ്ങല ധരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം എഴുതുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മിഷണറി യാത്രകളെക്കുറിച്ച് എഫേസ്യ ലേഖനം 6:20 പറയുമ്പോൾ മിഷണറി യാത്രകളിൽ അദ്ദേഹം ഓരോ സഭകളെ ഉയർത്തിക്കൊണ്ട് വരുവാനും കർത്താവിൻ്റെ വേലക്കാരെ പരിശീലിപ്പിക്കുന്ന ആ പ്രവൃത്തിയിലും അദ്ദേഹം ശക്തമായിട്ട് ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ഈ ചങ്ങലകളില്ലാതെ എനിക്ക് ഇത്രയധികം ചെയ്യാൻ കഴിയുമ്പോൾ ഞാൻ എന്തിനാണ് ഭാരപ്പെടുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. എവിടെ വെച്ചാണ് കൃത്യമായിട്ട് അദ്ദേഹം തടവിലാക്കപ്പെട്ടതെന്ന് ഇവിടെ ഒന്നും പരാമർശിച്ചിട്ടില്ല. എഫസോസിനെയോ കൈസരിയെയോ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും എഫസോസിൽ തടവിലാക്കപ്പെട്ടിരുന്നു എന്നതിന് വേദപുസ്തകത്തിൽ ഒരു തെളിവുമില്ല. എന്നാൽ കൈസരിയയിലാണ് എന്നുള്ളതിന് നമുക്ക് ചില തെളിവുകൾ നൽകി തരുന്നുണ്ട്. എന്തായാലും പൗലോസ് എവിടെ വെച്ചാണ് എന്നുള്ളതിൻ്റെ ഒരു സൂചന എന്ന് പറയുന്നത്, അദ്ദേഹം ജയിലിലാക്കപ്പെട്ടത് ഒരു ഉദ്യോഗസ്ഥൻ്റെ, അതായത് മെയിനായിട്ടുള്ള ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഒരു ഗവർണറെ പോലെ സ്ഥാനം വഹിക്കുന്ന ഒരു വലിയ ഉദ്യോഗസ്ഥൻ്റെ ആസ്ഥാനത്തിലാണ് അദ്ദേഹം തടവിലാക്കപ്പെട്ടതെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് കർത്താവിനെ വിസ്തരിച്ച സമയത്ത് മത്തായിയുടെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പം അതിൻ്റെ 27-ാം അധ്യായം 27-ാം വാക്യത്തിൽ പീലാത്തോസിൻ്റെ
ആ അരമനയോട് ചേർന്ന് കർത്താവിനെ വിസ്തരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ആസ്ഥാനത്തെക്കുറിച്ച് പൗലോസിൻ്റെ ലേഖനങ്ങളിൽ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് വായിക്കുവാൻ തക്കവണ്ണം കഴിയും. അതുകൊണ്ട് കൊട്ടാരത്തിലെ കാവൽ മുഴുവനും സുവിശേഷവുമായി പരിചിതരായി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ ഇപ്രകാരം അദ്ദേഹം പറയുന്നു, എൻ്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നു എന്ന് അകമ്പടി പട്ടാളത്തിലൊക്കെയും ശേഷം എല്ലാവർക്കും തെളിവായി വരികയും ചെയ്തിരിക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയെന്ന്. അതുകൊണ്ട് റോമൻ ചക്രവർത്തിയെ സംരക്ഷിക്കുകയും തടവുകാരെ കാവൽ നിൽക്കുകയും ചെയ്ത ഏകദേശം 9,000 പേരടങ്ങുന്ന ഒരു ഉന്നത സൈനികരായിരുന്നു. ഇപ്പൊ സീസറിന്റെ ഭവനത്തിലെ വിശ്വാസികളിൽ നിന്നും പൗലോസ് ആശംസകൾ അയക്കുന്നതായിട്ട് ഫിലിപ്പിയ ലേഖനത്തെ നമുക്ക് വായിക്കാൻ കഴിയും. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ യേശുക്രിസ്തുവിന്റെ തടവുകാരനായി നമ്മളോട് പറയുന്നതായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, ഏത് ദുഷ്കരമായ സാഹചര്യത്തെയും സന്തോഷത്തോടെ പരമാവധി പ്രയോജനപ്പെടുത്തുക. അടുത്ത നിമിഷം നമുക്കറിയത്തില്ല എങ്ങനെയാ സംഭവിക്കുന്നതെന്ന്. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ വായിക്കുമ്പം സത്യമായിട്ടും നമ്മുടെ ഹൃദയത്തിൽ വലിയ ഒരു പ്രത്യാശ നൽകി തരും. അദ്ദേഹം പറയുന്നത്, എനിക്ക് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ഇരിക്കുവാനാണ് ആഗ്രഹം, പക്ഷെ നിങ്ങൾ നിമിത്തം ഇവിടെ ആയിരിക്കുവാനും നിങ്ങളെ എൻകറേജ് ചെയ്യാൻ ഇവിടെ ആയിരിക്കുവാനും എങ്കിലും കർത്താവിൻ്റെ ഇഷ്ടം എന്തോ അത് നടക്കട്ടെ എന്ന് അദ്ദേഹം പറയണം. ഏത് ദുഷ്കരമായ അവസ്ഥയിലും ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്ന അപ്പോസ്തലന്റെ മനസ്സാന്നിധ്യം, അതാണ് നമുക്ക് ധൈര്യം പകരുവാൻ തക്കവണ്ണം ഇന്ന് നമുക്ക് ഏറ്റെടുക്കുവാൻ കഴിയുന്നതായ ഏറ്റവും വലിയ കാര്യം. തിങ്കളാഴ്ചത്തെ പാഠത്തിലേക്ക് പോകുമ്പോൾ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട പൗലോസിനെ വീണ്ടും നമുക്ക് കാണിച്ചു തരികയാണ്. അത് നാം പഠിക്കുന്നത് അദ്ദേഹത്തെ മക്കദോന്യയിലേക്ക് പോയിരിക്കുമ്പോൾ പൗലോസ് പല പ്രാവശ്യം തടവറകളിലായത് പരിചയപ്പെടുത്തുന്ന അപ്പോസ്തല പ്രവൃത്തിയിൽ 2 കൊരിന്ത്യരിലെല്ലാം ഈ സംഭവത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ കൈസേറിയയിലെ ജയിലിനെ കുറിച്ച്, യെരുശലേമിനെ ജയിലിനെ കുറിച്ചും ഒക്കെ അവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. പൗലോസ് എൻ്റെ ചങ്ങലകളിൽ എന്ന് ഫിലോമോന് പറയുമ്പോൾ, ഫിലോമോനെ കുറിച്ച് പറയുമ്പോൾ, ഫിലോമോനിൻ്റെ ലേഖനത്തിൽ പറയുമ്പോൾ അവിടെ ഒരു വീട്ടുതടങ്കലായിരുന്നു എന്ന് വ്യക്തമാണ്. അവിടെ ഒരു വീട്ടുതടങ്കലിലായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. അതായത് അദ്ദേഹത്തോടൊപ്പം തന്നെ മറ്റൊരു ഉന്നത ഉദ്യോഗസ്ഥൻ, ഒരു പട്ടാളക്കാരനെയും കൂടെ ബന്ധിച്ചിരുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ പല പ്രാവശ്യം നടന്നിട്ടുണ്ട് എന്ന് ചരിത്രം വെളിപ്പെടുത്തുകയാണ്. ഇഗ്നേഷ്യസ് എന്ന് പറയുന്നതായ അദ്ദേഹം ക്രിസ്ത്യാനിയായിത്തീർന്നു. ഈ കാട്ടുമൃഗങ്ങളെ പോലെയാണ് പെരുമാറുന്നത് പട്ടാളക്കാരെ. ഈ ഇഗ്നേഷ്യസിനെ കുറിച്ച് പറയുമ്പോൾ, ഒരു ക്രിസ്ത്യാനിയായ ഇഗ്നേഷ്യസ് പട്ടാളക്കാരെ കാട്ടുമൃഗങ്ങളെ പോലെയാണ് പെരുമാറുന്നതെന്ന് വിശേഷിപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ പെരുമാറുമ്പോൾ അവ കൂടുതൽ വഷളാക്കുന്ന ഒരു അനുഭവമാണ്. 2 കൊരിന്ത്യർ 4-ാം അധ്യായം വായിക്കുമ്പം പൗലോസിന് നേരിട്ട പരീക്ഷണങ്ങളെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപാട് പീഡനങ്ങൾ അദ്ദേഹം അനുഭവിച്ചു എന്ന് 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഠിനമായ അനുഭവങ്ങളിലൂടെ, ഉറക്കവളപ്പ്, തല്ല്, പട്ടിണി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ അദ്ദേഹം എന്ത് ചെയ്തു, കടന്നുപോയി എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയാണ്, എനിക്ക് ലാഭമായിരുന്നതെല്ലാം ക്രിസ്തു നിമിത്തമാണ് ഛേദമെന്ന് എണ്ണുവാൻ എന്നെ പഠിപ്പിച്ചത്. ഇതൊക്കെ സഹിക്കുവാൻ എൻ്റെ കർത്താവാണ് എന്നെ എൻ്റെ ഹൃദയത്തിൽ എന്ന് അദ്ദേഹം എടുത്തു പറയുകയാണ്. ഇവിടെ ലാഭമായിരുന്ന അനേകം കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം, ഉന്നത പദവികൾ, ഏറ്റവും വലിയ പരീശൻ എന്നുള്ള പേര്, കുടുംബ പശ്ചാത്തലങ്ങൾ, ഇതെല്ലാം അദ്ദേഹം എന്ത് ചെയ്തു, യേശു ക്രിസ്തു നിമിത്തം വലിച്ചെറിയുകയും കർത്താവിനോടുകൂടി കഷ്ടം അനുഭവിക്കാൻ, കർത്താവിൻ്റെ വേല നിമിത്തം കർത്താവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കാളിയാകുവാനും തന്നെ സമർപ്പിച്ച് മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുന്നതായ പൗലോസ് അപ്പോസ്തലൻ നമുക്ക് ഇന്ന് തരുന്ന ദൂതെന്ന് പറയുന്നത്, നമ്മുടെ ബലഹീനതകളോ നമ്മുടെ മുൻകാല പരാജയങ്ങളോ നോക്കി നമ്മൾ നിരുത്സാഹപ്പെടുവാൻ ഇടയാവരുത്. അങ്ങനെ നിരുത്സാഹപ്പെടുന്നതായ ഒരു വ്യക്തിക്ക് ഒരു ക്രിസ്തീയ പോരാട്ട കളരിയിൽ തോറ്റുപോകുവാൻ ഇടവരും, വിജയം കിട്ടുവാൻ ഇടവരികയില്ല. കാരണം ഏത് ഭീതിപ്പെടുത്തുന്ന സാഹചര്യത്തിലും നമ്മുടെ കർത്താവിൻ്റെ ധൈര്യമാക്കുന്ന ആ കാര്യത്തിൽ നാം ധൈര്യം പകരുന്ന കർത്താവിൻ്റെ വേല നമ്മളെ ആഹ്വാനം ചെയ്ത് കർത്താവിൻ്റെ വേലയിൽ നമ്മളെ ആക്കിയിരിക്കുന്നത് ഭൂലോകത്തിൽ ഉടനീളം
ലോകത്തുടനീളം സഞ്ചരിച്ച് കർത്താവിൻ്റെ വചനം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം നമ്മളെ വിളിച്ചാക്കിയിരിക്കുകയാണ്. ലോകത്തിൻ്റെ അന്ത്യത്തോളം കൂടെ ഇരിക്കാം എന്ന വാഗ്ദത്തവും നമുക്ക് നൽകി തന്നിട്ടുണ്ട്. എല്ലാവരെയും പള്ളിയിൽ കൊണ്ടുവരിക എന്നുള്ളതല്ല നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് പറഞ്ഞിരിക്കുന്നത് നമ്മളായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം ഉള്ളവർ നമ്മളുടെ കർത്താവിനെ കേൾക്കുവാൻ നാം ഒരു ചാനലായി തീരണമെന്നാണ് കർത്താവിൻ്റെ വചനം. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-20 വാക്യങ്ങളിലൂടെ നമുക്ക് നൽകി തരുന്നത്. അതുകൊണ്ട് ആ കർത്താവിൻ്റെ ആത്മാവ് ഒരു ദിവ്യശക്തിയായിട്ട് നമുക്ക് നൽകി തന്നിരിക്കുകയാണ്. ഏത് കഷ്ടങ്ങളിലും നമ്മൾ നിലനിൽക്കുവാൻ തക്കവണ്ണം നമ്മൾ ആരോ ആയിക്കോട്ടെ, സാധാരണക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ പാസ്റ്റർമാരായിക്കോട്ടെ, ദൈവവേലയിൽ ഉറ്റിരിക്കുന്ന ഏതവസ്ഥകളിലായാലും നമുക്ക് സ്വയം പ്രശംസ എന്ന് പറയുന്നത് ദൈവവേലയ്ക്ക് കടകവിരുദ്ധമാണ്. നമ്മൾ പ്രശംസിക്കേണ്ടത് ക്രിസ്തുവിലാണ്. കാരണം നമ്മളെ വീണ്ടെടുത്ത കർത്താവിൻ്റെ ത്യാഗങ്ങളിലാണ്. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മൾ കർത്താവിൻ്റെ വേലയിൽ ഉറ്റിരുന്ന് അവിടുത്തെ കഷ്ടങ്ങളിൽ പങ്കാളികളാകുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുള്ളൂ. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയയിൽ എങ്ങനെ എത്തപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അല്പം ഒന്ന് ചിന്തിക്കാം. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുപോവുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം. അപ്പോസ്തലനായ പൗലോസിന്റെ രണ്ടാമത്തെ മിഷണറി യാത്ര. ആ യാത്രയിൽ അപ്പോസ്തലൻ തിമോത്തിയോസിനെയും കൂടെ സംഘത്തിൽ ചേർത്തു. അവരിങ്ങനെ സഞ്ചരിക്കുകയാണ്. നമുക്ക് അവിടെ നിന്ന് വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് അദ്ദേഹം ദെർബ, ലുസ്ര അവിടെയൊക്കെ ചെന്ന് ദൈവത്തിൻ്റെ വചനം ഘോഷിക്കുകയുണ്ടായി. അവിടെ വിശ്വാസമുള്ള യഹൂദ സ്ത്രീയുടെ മകനായ തിമോത്തിയോസ് എന്ന പേരുള്ള ഒരു ശിഷ്യനെ അദ്ദേഹം നേടുകയുണ്ടായി. യവനനായ അപ്പന് യഹൂദ സ്ത്രീയിലുണ്ടായ മകനാണ് ഈ തിമോത്തിയോസ് എന്ന് പറയുന്നത്. ഈ നല്ല സാക്ഷ്യം കൊണ്ടതായ ഒരു വ്യക്തിയായിരുന്നു തിമോത്തിയോസ് എന്ന് നമുക്ക്, അതുകൊണ്ടാണ് നല്ല സാക്ഷ്യം കൊണ്ടതായ വിശ്വാസത്തിൽ നിജപുത്രൻ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനെ കുറിച്ച് പറയുന്നത്. അത്ര നല്ല സാക്ഷ്യമുള്ള ഈ ചെറുപ്പക്കാരനെ തൻ്റെ വേലയുടെ പങ്കാളിയാക്കുവാൻ അപ്പോസ്തലനായ പൗലോസിന് വളരെ ഇഷ്ടമായി. അവരെന്ത് ചെയ്തു? ആ പട്ടണം തോറും ഗ്രാമം തോറും വീട് വീണാന്തരവും എന്ത് ചെയ്തു? അദ്ദേഹം ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ കൊടുത്തു സഭകളെ ഉറപ്പിച്ച് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ രണ്ടാമത്തെ മിഷണറി യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ ഇനിയും ആസ്യയിൽ വചനം പ്രസംഗിക്കേണ്ട എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വിലക്കി. അവരിങ്ങനെ ആസ്യയിൽ, ഏഷ്യ മൈനറിൽ ഉടനീളം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർ ആ ഗലാത്യ ദേശത്തുകൂടി ഗലാത്യ ദേശങ്ങളിലൂടെ സഞ്ചരിച്ച് മ്യൂസിയയിലെത്തി ബിദൂനയ്ക്ക് പോകുവാൻ തക്കവണ്ണം ശ്രമിച്ചപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞു ഇവിടെ പോകണ്ട. പിന്നെ അവർ ത്രോവാസിലെത്തി. അപ്പോൾ പൗലോസ് രാത്രിയിൽ ഒരു ദർശനം കാണുകയാണ്. ഈ രാത്രിയിലെ ദർശനത്തിൽ മക്കതോന്യക്കാരനായ ഒരു മനുഷ്യൻ നിന്ന് ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, മക്കതോന്യയിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കണം. ദർശനത്തെ കാണുകയാണ്. ഈ ദർശനത്തിൻ്റെ പൊരുള് പൂർണ്ണമായിട്ട് മനസ്സിലാകാത്ത ഈ പൗലോസ് അപ്പോസ്തലൻ ഈ ദർശനം കണ്ടിട്ട് സുവിശേഷം അറിയിപ്പാനാണ് തങ്ങളെ വിളിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് മക്കതോന്യയിലേക്ക് പോകുവാൻ തക്കവണ്ണം തീരുമാനിച്ചു. നോക്കിക്കേ, സുവിശേഷത്തിൻ്റെ വിളി വന്ന നേരം അപ്പോസ്തലനായ പൗലോസ് പോകുവാൻ തയ്യാറാകുന്നത്. അതാണ് ഒരു സുവിശേഷകൻ്റെ യഥാർത്ഥ ക്വാളിറ്റി. അവിടെയാണ്, എവിടെയാണോ നമുക്ക് ഒരു വിളി വരുന്നത് അവിടെ പോകുവാൻ, ഉടനടി പോകുവാനുള്ള ഒരു മനസ്സാന്നിധ്യം അത് പൗലോസ് നമുക്ക് തരികയാണ്. അങ്ങനെ പൗലോസ് ഈ ദർശനപ്രകാരം മക്കതോന്യയിലേക്ക് കടന്നു ചെല്ലുകയാണ്. അങ്ങനെ തോവാസിൽ നിന്നും കപ്പൽ നീക്കി സമത്രോക്യ, പിന്നെ നവാപ്പൊലി, അവിടെ നിന്ന് ഫിലിപ്പിയയിലെത്തി. ഈ ഫിലിപ്പിയ എന്ന് പറയുന്നത് മക്കതോന്യയുടെ ഒരു ഭാഗമാണ്. പ്രധാനപ്പെട്ട ഒരു പട്ടണമായിരുന്നു. റോമാക്കാർ കുടിയേറി പാർത്തതും ആയ ഒരു പട്ടണമാണ്. കുറച്ച് ദിവസമൊക്കെ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ അവിടെ പാർത്തിട്ട് ഒരു ശബദമായപ്പോൾ ഗോപുരത്തിന് പുറത്തുപോയി. അവിടെ, കാരണം യഹൂദന്മാരുടെ ഒരു കുടിയേറ്റ പ്രദേശം കൂടിയാണ്, അവിടെ പ്രാർത്ഥനാലയം കാണും എന്ന് അദ്ദേഹം മനസ്സിലാക്കി. കാരണം എന്താണ്? 10 യഹൂദനുണ്ടെങ്കിൽ ഒരു സിനഗോഗുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് അദ്ദേഹം ഉറച്ചു, ഇവിടെ 10 പേര് കാണും, അതുകൊണ്ട് ഇവിടെ ഒരു സിനഗോഗ് കാണും എന്ന് പറഞ്ഞ് പ്രാർത്ഥനാലയം തേടി നടന്നപ്പോൾ അവിടെ അത്രയും യഹൂദന്മാരില്ല. യഹൂദന്മാരുടെ വലിയൊരു കാഴ്ചപ്പാടില്ല, അവിടെ സിനഗോഗില്ല. അവസാനം എന്ത് ചെയ്തു? അദ്ദേഹം ഒരു പുഴവക്കത്തേക്ക് പോയി. ആ പുഴവക്കത്ത് നോക്കിയപ്പോൾ കുറച്ച് സ്ത്രീകൾ കൂടി വന്നിരുന്ന് ദൈവവചനം പഠിക്കുകയാണ്. ഭക്തന്മാർ
അനേകം ഭക്തയായ സ്ത്രീകൾ ഒരുമിച്ച് വന്നിരുന്ന് അവിടെ ദൈവവചനം പഠിക്കുകയാണ്. തിയത്തൈരയിൽ നിന്ന് കച്ചവട കേന്ദ്രമാണ് ഈ ഫിലിപ്പിയ. ആ തിയത്തൈരയിൽ നിന്ന് വന്ന ഒരു സ്ത്രീയും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. രക്താംബരം വിൽക്കുന്നവളാണ്. പട്ടു തുണികൾ വിൽക്കുന്ന ഈ സ്ത്രീയും എന്ത് ചെയ്തു? ഇവിടെ ഉണ്ടായിരുന്നു. അവരോട് സംസാരിച്ചപ്പം ഈ സ്ത്രീയുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് പ്രവർത്തിച്ച് ആ സ്ത്രീ എന്ത് ചെയ്തു? സ്നാനപ്പെടും. അങ്ങനെയാണ് യൂറോപ്പിലെ ആദ്യത്തെ വിശ്വാസിയായി ലുദിയ എന്ന തിയത്തൈരക്കാരിയായി രക്താംബരം വിൽക്കുവാൻ ഫിലിപ്പിയിൽ വന്ന ഈ സ്ത്രീ യൂറോപ്പിലെ ആദ്യത്തെ സ്നാനം ഏറ്റ വ്യക്തിയായി തീരുവാനിടയായത്. യൂറോപ്പിലേക്കുള്ള സുവിശേഷം രണ്ടാമത്തെ മിഷണറി യാത്രയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഫിലിപ്പിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ അങ്ങനെ അവരെന്ത് ചെയ്തു? പിന്നെ ലുദിയയുടെ ഭവനത്തിൽ കുറച്ച് നാൾ താമസിച്ച് ആ പ്രദേശത്ത് വേല ചെയ്യുവാൻ തക്കവണ്ണം അദ്ദേഹം ഫിലിപ്പിയിൽ രസകരമായ അതിന് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ കച്ചവട ഭാഷ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് രണ്ട് ഭാഷയാണ്. ഒന്ന് ഗ്രീക്കും ഒന്ന് ലാറ്റിനും. ഈ രണ്ട് ഭാഷകളും ഉപയോഗിച്ചിരുന്നതായ സ്ഥലമായിരുന്നു ഫിലിപ്പി. അതുകൊണ്ട് അദ്ദേഹത്തിന് എളുപ്പം തന്നെ സുവിശേഷം അറിയിക്കുവാൻ അദ്ദേഹത്തിന് സാധ്യമായി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. പീഡനം ഉണ്ടാകും. ദൈവത്തിൻ്റെ വചനം എവിടെ അറിയിച്ചാലും ഒരു കൂട്ടം ആളുകൾ അതിനെ ഖണ്ഡിക്കുന്നവരും ഏറ്റെടുക്കാത്തവരും അവർ പീഡനം അഴിച്ചുവിടും. അങ്ങനെ പൗലോസ് അപ്പോസ്തലൻ ഇവിടെയും എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ വചനം അറിയിച്ചപ്പോഴത്തേന് ആ പ്രദേശത്ത് താമസിച്ച് ദൈവത്തിൻ്റെ വചനം അറിയിച്ചപ്പോഴത്തേന് വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് ലാഭം ഉണ്ടാക്കുന്ന ഒരു സ്ത്രീ എന്ത് ചെയ്തു? ഈ പൗലോസ് അപ്പോസ്തലനെയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളെയും എതിരേറ്റു. ഈ മനുഷ്യൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചിങ്ങനെ പറഞ്ഞു. അങ്ങനെ അവൾ ഒരു ദിവസവും 2 ദിവസമല്ല, പല ദിവസങ്ങളിൽ ഇങ്ങനെ ചെയ്തപ്പോഴത്തേന് ഇങ്ങനെ അപ്പോസ്തലനായ പൗലോസ് മുഷിഞ്ഞ് അവളെ ഒന്ന് നോക്കി. അവളെ നോക്കിയിട്ട് അവളുടെ ഭൂതത്തെ ശാസിച്ചു. ഭൂതത്തോട് മാറിപ്പോകുവാൻ കർത്താവിൻ്റെ നാമത്തിൽ കൽപ്പിച്ചു. ആ നാഴികയിൽ അവൾക്ക് സൗഖ്യം വന്നു. ഈ ഒരു സൗഖ്യമായ ഈ പ്രശ്നമാണ് അവർക്ക് ബന്ധന കാരണമായി തീർന്നതെന്ന് അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ പീഡനം ഉണ്ടാവുമെങ്കിലും ദൈവത്തിൻ്റെ സുവിശേഷം എന്ത് കാരണത്താലാണെന്ന് അറിഞ്ഞ് മറ്റുള്ളവരിലേക്ക് അത് എത്തുവാനിടയായി തീർന്ന ഒരു സംഭവമാണ് പ്രവൃത്തി 16-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് വിവരിച്ചിരിക്കുന്നത്. ഇനി അപ്പോസ്തലനായ പൗലോസും കൊലോസിയും തമ്മിലുള്ള ബന്ധമാണ് ബുധനാഴ്ചത്തെ പാഠത്തിലൂടെ നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. അപ്പോസ്തലനായ പൗലോസ് കൊലോസിയ സന്ദർശിച്ചു ആയിട്ട് ഒരു രേഖയില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ സുവിശേഷ പദ്ധതിയുടെ ഫലപ്രാപ്തി അറിയിക്കുവാൻ തക്കവണ്ണം കൊലോസിയയിലെ താമസക്കാരനായ എപ്പിഫ്രാസ് എന്ന് പറയുന്നതായ ദൈവദാസനാണ് ആ ദേശത്ത് സുവിശേഷം അറിയിച്ചത്. എഫസോസിലായിരുന്ന ഇദ്ദേഹം അവിടെ ചെന്ന് കൊലോസ്യയിൽ പോയി എല്ലാവരെയും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വചനം അറിയിക്കുകയുണ്ടായി എന്ന് അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. അപ്പോഴേ ഈ പ്രദേശത്ത് എത്രത്തോളമാണ് ദൈവത്തിൻ്റെ സുവിശേഷം വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നതിന് നമുക്ക് നല്ല സാക്ഷ്യം തരികയാണിത്. ഇപ്പോൾ ഈ നാളുകളിൽ നമ്മൾക്കും തന്നിരിക്കുന്ന ഒരു വലിയ ദൗത്യമെന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ അരുളപ്പാടെന്ന് പറയുന്നത് അന്ത്യകൃപാദൂത് സകല ജാതികളെയും അറിയിക്കുക. രക്ഷാദൗത്യം സുവിശേഷം പൂർണ്ണമായിട്ടും ജനത്തെ എന്ത് ചെയ്യണം? ക്രിസ്തുവിലേക്ക് നേടുന്നതിന് വേണ്ടി ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ പാപത്തിൻ്റെ കരാളഹസ്തങ്ങളിലായിരിക്കുന്നവർ, മാറിപ്പോയവർ, മറിച്ച് ചിന്തിച്ച് പഠിപ്പിക്കുന്നവരിൽ നിന്നൊക്കെയും ദൈവജനത്തെ രക്ഷിക്കുവാൻ തക്കവണ്ണം 3 ദൂതന്മാരുടെ ദൂത് സകല ജാതികളെയും അറിയിക്കുവാനും അതിൻ്റെ അവസാനം കർത്താവിൻ്റെ വരവാകുമെന്ന് ആഹ്വാനം ചെയ്യുവാനും തക്കവണ്ണം നമ്മളെയും ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലെ പീഡനങ്ങളോ ഈ കാലഘട്ടത്തിലെ പ്രയാസങ്ങളോ ഒന്നും തന്നെ നമ്മളുടെ ദൗത്യത്തിൽ നിന്ന് നമ്മളെ പിന്മാറുവാൻ തക്കവണ്ണം ഇടവരരുത് എന്ന് മനസ്സിലാക്കി തരികയാണ്. പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യ ലേഖനം എഴുതുമ്പോൾ ഒരു പേര് പറയുന്നുണ്ട്. ഒനോസിമോസ് എന്ന് പറയുന്നതായ ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ഒനോസിമോസ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു
തടവുകാരനായിട്ട് പിടിക്കുമ്പോഴാണ് ജയിലിൽ വെച്ച് അദ്ദേഹം ഒനോസിമോസിനെ കാണുകയും അദ്ദേഹത്തെ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ കുറേയും കൂടെ വ്യക്തമായിട്ട് വരും ആഴ്ചകളിൽ പഠിക്കാൻ പോവുകയാണ്. അപ്പം ഈ ഫിലിപ്പിയയിലെയും കൊലോസിയയിലെയും സഭകളെക്കുറിച്ച് നമ്മൾ കുറേയും കൂടെ പഠിക്കുമ്പോൾ പൗലോസിൻ്റെ ലേഖനങ്ങളിലൊക്കെ സാധാരണയായിട്ട് ഈ ആശംസകൾ ഈ സ്ഥലങ്ങളിലെ ക്രിസ്ത്യാനികളെ വിശുദ്ധന്മാരെന്ന് വിളിച്ചുകൊണ്ടാണ് സംബോധന ചെയ്യുന്നത്. രണ്ട് ലേഖനങ്ങളിലെ ആശംസകളിലും ഇത് രസകരമായിട്ട് ഇത് പറയുന്നുണ്ട്. അതുകൊണ്ട് മേൽവിചാരകന്മാർക്ക് വേണ്ടിയും ഡീക്കന്മാർക്ക് വേണ്ടിയും ഒക്കെ എഴുതുമ്പോൾ അതിൽ വിശുദ്ധന്മാർക്ക് മുഖ്യസ്ഥാനം കൊടുത്തുകൊണ്ട് സഭാംഗങ്ങളെ ക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ട് പിടിക്കപ്പെട്ട് സ്നാനമേറ്റ് കർത്താവിനോട് ചേർന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഈ ലേഖനം എഴുതിയതെന്ന് അവിടെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ലേഖനങ്ങൾ നമ്മൾ വരും ആഴ്ചകളിൽ കൂടുതലായിട്ട് പഠിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കേണ്ടുന്നതിന് വളരെ പ്രാർത്ഥന ആവശ്യമാണ്. കാരണം ഇതിന് ഒരെണ്ണം പണ്ഡിത ഭാഷയിലാണ് എഴുതിയേക്കുന്നത്, ഒരെണ്ണം സാധാരണക്കാർക്ക് ലളിതമായിട്ട് മനസ്സിലാകുന്ന രീതിയിലുമാണ്. എങ്കിലും ആഴത്തിൽ നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ വാക്യപ്രതി വാക്യമായിട്ട് പല ആവർത്തി പഠിക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെ ആഴങ്ങൾ നമുക്ക് കടന്നു ചെല്ലുവാൻ തക്കവണ്ണം കഴിയുള്ളൂ. അത് ഓരോ വാക്യങ്ങളും പല ആവർത്തി വായിക്കുവാൻ സമയമുണ്ട്. എല്ലാ വിശ്വാസികളും ഈ ക്വാർട്ടറിലെ പാഠങ്ങൾ പഠിക്കുമ്പോൾ ആഴത്തിൽ പഠിച്ച് നമ്മൾ അതിനകത്ത് ഉന്മേഷം പ്രാപിച്ച് ദൈവത്തിൻ്റെ വേലയിൽ ഉറ്റിരുന്നുകൊണ്ട് ബന്ധനങ്ങളോ പ്രതികൂലങ്ങളോ ഏത് സാഹചര്യത്തെയും അതിജീവിക്കുവാനും ക്രിസ്തുവിൽ സന്തോഷമുള്ളവരായിരിക്കുവാനും ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കാളികളാകുവാനും കർത്താവിൻ്റെ വരവിനെ ത്വരിതപ്പെടുത്തുവാനും ഈ പാഠ്യ പദ്ധതിയിലൂടെ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ക്വാർട്ടറിലെ ഓരോ പാഠങ്ങളും നമ്മൾ ശോധന കഴിക്കുമ്പോൾ നമ്മൾ ഈ പുസ്തകങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പാഠത്തിൽ നിന്ന് വിരമിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അടിയങ്ങൾക്ക് തന്ന മനോഹരമായ പാഠപദ്ധതിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കൊലോസ്യ ലേഖനവും ഫിലിപ്പിയ ലേഖനവും ഒക്കെ അടിയങ്ങൾ പഠിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് പരിജ്ഞാനത്തെ പകരണമേ. ഫിലിപ്പിയ ലേഖനത്തിലേക്ക് നോക്കുമ്പോൾ കർത്താവിൻ്റെ സ്നേഹത്തിലും അവിടുത്തെ പരിജ്ഞാനത്തിലും അടിയങ്ങൾ വളർച്ച പ്രാപിച്ച് വിവേകമുള്ളവരായി ഭേദാഭേദങ്ങളെ വിവേചിക്കുവാൻ തക്കവണ്ണം അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ പിതാവേ. അടിയങ്ങളും ആ പ്രാർത്ഥന ഏറ്റെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വേല ഏതു വിധമുള്ളതാണെന്ന് ചിന്തിക്കുവാൻ, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ആണോ എന്ന് ചിന്തിക്കുവാൻ, അതോ കർത്താവിൻ്റെ സ്നേഹത്തിലാണോ എന്ന് ചിന്തിക്കുവാനും ഒക്കെ ഈ പാഠങ്ങൾ ഞങ്ങളെ സഹായിക്കുന്നത് കൊണ്ട് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് കർത്താവിനാൽ പിടിക്കപ്പെട്ട നാൾ മുതൽ അനുസരണക്കേടില്ലാതെ പൂർണ്ണ അനുസരണത്തിൽ കർത്താവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കുകാരനായി എല്ലായിടത്തും അപ്പച്ചനെ ഉയർത്തിയതുപോലെ അടിയങ്ങളുടെ ജീവിതവും മറ്റുള്ളവർക്ക് സാക്ഷ്യമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. പാഠം പഠിച്ച് അടിയനോട് കൂടെ ആയിരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. കൃപയുടെ മറവിൽ അടിയങ്ങളെ മറച്ചു കൊള്ളണം. മാനവ മഹത്വം എടുക്കണം. യേശുപ്പൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു.